ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 9 മണിക്കാണ്ട് നമുക്ക് നിക്കാഹാണ്, അമ്മോൻ്റെ മോൻ്റെ നിക്കാഹാണ്. അപ്പോൾ 9 മണിക്കാണ് നിക്കാഹ്. വീട്ടിൽ നിന്ന് ഒരു 8:30ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ മാറ്റി പിടിച്ച് മക്കളെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആണുങ്ങൾ ഇറങ്ങണ പോലെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ കൃത്യസമയത്ത് തന്നെ നിക്കാഹിന് എത്തിയിട്ട് ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ ഇതാ നിക്കാഹൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ചെറിയ നാത്തൂനാണ്. ഇത് അമ്മോൻ്റെ 2 വലിയ മരക്കളാണ്. പിന്നെന്താ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അമ്മ നല്ല കാര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇഷമോൾ പിന്നെ അവിടെ ഇരുന്നു എന്നല്ലാതെ ഫുഡൊന്നും കഴിക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഞാൻ കുറച്ച് വാരിയൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ആള് കഴിക്കുന്ന ഒരു ഇതുമില്ല. അവിടെ ഒറ്റയ്ക്ക് കഴിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്ന് നുള്ളിപ്പെറുക്കിയൊക്കെ തിന്ന് അവിടുന്ന് പിന്നെ നീച്ചു പോയിട്ടോ. പിന്നെ അങ്ങനെ കോഴി കുറുമ ഉണ്ടായിരുന്നു. ആ കുറുമയും ഒരു പത്തിരിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നൂലപ്പം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ പൊറാട്ട അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ വയറിന് സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ നിർത്തിയിട്ടോ. പിന്നെ ഇത് ഫോട്ടോ എടുക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് കേട്ടോ. എല്ലാ ഫാമിലിയും, അതായത് നമ്മുടെ കുടുംബം മൊത്തം ചേർത്തിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റേജ് മൊത്തം നമ്മൾ തന്നെ നിറഞ്ഞു നിന്നിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അമ്മോൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇതിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് തന്നെ കൂടാൻ പറ്റിയില്ല. കാക്കൊക്കെ അവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അവര് ലാസ്റ്റ് പിന്നെ സപ്ലൈ ഒക്കെ ചെയ്യാൻ നിന്നുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ഇരുന്നത്. അളച്ചൻ്റെ മോനുണ്ടോ, അവൻ എന്തോ ഒരു സാധനത്തിന് വേണ്ടി അങ്ങനെ വാശി പിടിച്ച് കരയാണ് കേട്ടോ. പിന്നെ എന്താ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ നമ്മൻ്റെ വീട്ടിലേക്കാണ് പോയത്. പെണ്ണിനെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ നമ്മൾ പെണ്ണിന്റെ വീട്ടിലെത്തി. ചെക്കന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. മുഖം കണ്ടാൽ തന്നെ നല്ല ടെൻഷനിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. അതേപോലെ അതാ ബൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പണവാട്ടിയുടെ എൻട്രിയാണ്. അങ്ങനെ ബൊക്കൊക്കെ പിടിച്ചിട്ട് മണവാട്ടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. മൂത്തച്ഛകൾ രണ്ടാളും സ്റ്റേജിലേക്ക് കയറ്റി കൊടുത്തിട്ടാളെ. പെണ്ണിനാണെങ്കിൽ ഭയങ്കര നാണാട്ടോ. തല പൊന്തിക്കണേ ഇല്ല, തല ഇങ്ങനെ താത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മണവാട്ടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കൻ ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇനി മഹർ കെട്ടുന്ന പരിപാടിയാണ്.